ഹായ്, നമുക്കിവിടെ ഈ ബ്ലൗസ് നമ്മുടെ പ്രിൻസസ് കട്ടിനുള്ളതാണ്. ഇതിൽ നമ്മൾ 2 ലൈനിങ്ങാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. കാരണം കട്ടി കുറഞ്ഞ ബ്ലൗസ് ആകുമ്പോൾ 2 ലൈനിങ് ഇട്ടാൽ കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും. ഇതിപ്പോൾ 2 ലൈനിങ്ങാണുള്ളത്. ഇത് നമ്മളെ ബ്ലൗസിൻ്റെ ഒറിജിനൽ പീസ്. ഓക്കെ, ഇതാണ് പ്രിൻസസ് കട്ട്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് വെട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് പീസ് കാണാമല്ലോ. ഇതാണ് ഫ്രണ്ട് പീസ്. കണ്ടല്ലോ, ഫ്രണ്ട് പീസ്. ചെറിയ കുട്ടിക്കാണ്, അധികം വണ്ണമൊന്നുമുള്ള കുട്ടിക്കല്ല. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ലൈനിങ് നമ്മളിതിൽ വെച്ച് അടിക്കുന്നു. നമ്മളിതിനെ ഈ ലൈനിങ് ഒരു ലൈനിങ് ആദ്യം ഈ തുണിയിൽ വെച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് എൻ്റെ കഴുത്ത് പിടിച്ച് നമ്മൾ അടിക്കുന്നു. ഈ വീഡിയോയ്ക്ക് കുറച്ച് നീളം ഉണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കാണുക. കണ്ടാലേ ഇത് പറഞ്ഞു തരുന്നതിനേക്കാൾ ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ തച്ചെടുക്കണമെന്ന്. അപ്പം നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അറിയാനും പറ്റത്തില്ല. അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ദയവ് ചെയ്ത് കാണുക. അപ്പം നമ്മളിതിനെ ഫുള്ളായിട്ട് അടിച്ചെടുത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ ഹോളിൽ കൂടെ അടിക്കണം. നമ്മൾ ലൈനിങ് അടിയിലിട്ടിട്ടാണ് അടിക്കുന്നത്. ഉടുപ്പിൻ്റെ നല്ല വശമാണ് ഈ ഉള്ളത്. ലൈനിങ് അടിയിൽ വെച്ചിട്ട് മീതെ നമ്മളിത് അടിക്കുന്നത്. ഇത് ഫുൾ അടിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പീസ് എവിടെയെങ്കിലും കോണ് കിടന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു എന്താ പറയുക, നീറ്റാകത്തില്ല. ഞാനിത് വീഡിയോ ഓഫ് ചെയ്യാത്തത് നിങ്ങൾക്കിത് മുഴുവനും കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഒരു ലൈനിങ് മൊത്തത്തിൽ ഒരു പീസ് ലൈനിങ് വെച്ച് ഞാൻ അടിച്ചു. ഇതിൽ മൊത്തത്തിൽ അടിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പീസ് ലൈനിങ് വെച്ച് അടിക്കാം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് അറിയാമോ? ഈ നല്ല വശത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മറിച്ചിട്ടെടുക്കണം. അടിച്ചതിന് ശേഷം മറിച്ചിട്ടെടുക്കണം. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളത് ചെറുതായിട്ട് വെട്ടി കൊടുക്കുക. ഇവിടെ എന്തിനെന്ന് വെച്ചാൽ ഈ കഴുത്ത് നല്ല വളഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് വെട്ടി കൊടുക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ വളഞ്ഞു വരുന്ന ഭാഗമല്ല, ഇതുപോലെ ചെറുതായിട്ട് വെട്ടി കൊടുക്കണം. ഈ തയ്യൽ പോകരുത് കേട്ടോ, അതിനിപ്പുറം വെച്ചിട്ട് വേണം വെട്ടാൻ. എന്നിട്ട് നമ്മളിതിനെ മറച്ചിട്ടിട്ട് ഈ തയ്യൽ തുമ്പോട് ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കണം. ഒരു സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നല്ല ഫിനിഷായിട്ട് പിടിച്ച് വെച്ച് വേണം നമ്മൾ തയ്ക്കാൻ. ഇതിങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. ഉള്ളിലാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിനെ മറിച്ചിട്ടെടുക്കാം. ഇത് നമ്മൾ ഇനിയിവിടെ ഷോൾഡർ ഇതിൽ കൂടെ ചേർത്ത് ഈ 3 പീസ് കൂടെ ഒരുമിച്ച് വെച്ച് അടിക്കണം. ഇവിടെയും അതുപോലെ തന്നെ ഒരുമിച്ച് വെച്ച് അടിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാ പീസും നമ്മൾ ഒരുമിച്ച് അടിച്ചെടുക്കും. നമ്മളിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3 പീസാണ്. 2 ലൈനിങ്ങും ഒരു നമ്മളെ ഫ്രണ്ടിലുള്ള ബ്ലൗസിൻ്റെ തുണിയായിട്ട്. അപ്പം നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ എന്നിട്ടിതിനെ കഴുത്ത് നമുക്ക് ഒരു തയ്യൽ വെച്ചെടുക്കാം. ഇങ്ങനെ ഒരടി അടിച്ചെടുക്കാം. നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടോ, ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പ്രിൻസസ് കട്ട് അടിക്കാം. ഇതിൽ നമ്മൾ ഇവിടെ നമുക്ക് ഓരോ ലൈനിങ് മാത്രമേ ഉള്ളൂ. ഇത് പ്രിൻസസ് കട്ടിൻ്റെ നല്ല വശമാണ്. അപ്പോൾ ഇത് ചീത്ത വശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ഇതിനെ ഇനി നമുക്ക് തയ്ച്ചെടുക്കണം. ഇത് തയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം, ഈ താഴെ നിന്ന് തുടങ്ങണം. കേട്ടോ, നമ്മളിത് അടിച്ചെടുത്തു. ഇതിപ്പം നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഒരു പീസ് ഇവിടം മുതൽ അടിച്ചു ഇവിടം വരെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മറിച്ചെടുത്ത് നോക്കാം. ഈ ലൈനിങ് അടിച്ചിട്ടില്ല, ഒരു പീസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കണ്ടോ, ഇത് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ബ്ലൗസ്. കണ്ടോ, ഇതിന് നമ്മൾ ഒരു ലൈനിങ് കൂടെ വെച്ചിട്ട്, ഈ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിട്ടടിക്കും. അതായത് ഇവിടെ ലൈനിങ് വെച്ചിട്ട് കവർ ചെയ്തടിക്കും, ഇങ്ങോട്ട് തിരിച്ചിടും. അപ്പോൾ ഈ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകും. ഇതിനും നമ്മളിവിടെ കട്ട് ചെയ്ത് വിട്ട് കൊടുക്കണം. ഈ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ നമുക്ക് നൂത്തെടുക്കുമ്പോഴത്തേക്കും അത് വളഞ്ഞ ഭാഗങ്ങളൊന്നും വളഞ്ഞ് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കട്ട് ചെയ്ത് വിടുന്നത്. കട്ട് ചെയ്ത് വിടുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് വളഞ്ഞ ഭാഗമല്ല, നീറ്റായിട്ട് വരും. കേട്ടോ, ഇതിൻ്റെ ലൈനിങ് കണ്ടോ, ഇത് മറിച്ചടിച്ചിട്ട് ഇല്ല, ഇത് ഇവിടെ തയ്യൽ തുമ്പ് കാണാനേ ഇല്ല അല്ലേ, തയ്യൽ തുമ്പ് കാണാനില്ല. ഇത് നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ തയ്യൽ തുമ്പ് കാണാനില്ല കേട്ടോ, നല്ല ഇതായിട്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡും നമുക്കതുപോലെ അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ 2 പീസും ഇതിലടിച്ചെടുത്തിട്ടുണ്ട്. അതായത് പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പീസാണിത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതിൽ നമ്മളിപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു തയ്യലും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ കവർ ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ ഒരു തയ്യൽ എടുക്കുക, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു തയ്യൽ എടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ പട്ട വെച്ചടിക്കുന്നു. ഇതിനുള്ള പട്ടയാണ്. 2 പീസിട്ട് മടക്കിയിട്ട് മടക്കി ഈ പട്ടയെ നമ്മൾ ഇതിൻ്റെ നല്ല വശത്തല്ല ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് മറിച്ചിട്ടെടുക്കണം. അവിടെയും നമ്മൾ ഈ വെട്ട് കൊടുക്കണം. ഇതിന് ഇങ്ങനെ എടുക്കേണ്ട കേട്ടോ, ഈ നല്ല വശത്താണ് നമ്മൾ വെച്ച് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് നമ്മളിതിൻ്റെ തയ്യൽ തുമ്പ് പിടിച്ച് അമർത്തി ഒരു സ്റ്റിച്ചൂടെ കൊടുക്കും. അതിനുശേഷം ഇത് തിരിച്ചിട്ട് പട്ടിയായിട്ട് വെച്ചടിക്കുക. 1.5 ഇഞ്ച് കനത്തിലുള്ള ഒരു പട്ടിയായിട്ട് നമ്മൾ തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഓരോരോ കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ പട്ട വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. പട്ട നമ്മൾ ഫ്രണ്ടിലോട്ടാണ് വെച്ച് അടിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ വെച്ച് അടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തയ്യലൂടെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഒരു പട്ടയായിട്ട് 2 സൈഡിലും അടിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലല്ല പട്ട വെച്ചടിക്കുന്നത്, ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ നല്ല ഒരു പട്ടയായിട്ട് ഇരിക്കും. കണ്ടോ, ഇതിൻ്റെ നമ്മളിവിടെ തകല 7 ഇഞ്ചാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇത് 9 ഇഞ്ചാണ് നമുക്കിവിടുത്തെ ബ്രസ്റ്റ് പോയിൻറ്റ്. 9 ഇഞ്ച് ബ്രസ്റ്റ് പോയിൻ്റാണ്
7 ഇഞ്ച് നമ്മളിവിടുത്തെ അകലമാണ്, 7 ഇഞ്ച്. അപ്പോൾ 2 പീസ് റെഡി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.